കഴിയാം. പറയുമ്പോൾ നമ്മൾ തുടങ്ങിയിട്ടില്ലല്ലോ. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാ. ഓക്കെ, അപ്പൊ ഞാനിതിലേ ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീന് കാണുന്നില്ലേ? സൈനബ് സൈനബ് ഇപ്പൊ ബുക്ക് എടുക്കണ്ട, ബുക്ക് മാറ്റി വെച്ചിട്ട് ക്യാമറ കുറച്ച് അടുത്തേക്ക് വെക്ക്. ഈ പറയുന്ന കേൾക്കുന്നില്ല, അതാ. നിങ്ങളെ പിന്നെ ഫോണ് ഇപ്പൊ ലാപ്പാണെങ്കിൽ കുഴപ്പമില്ല, ഫോണാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, അപ്പൊ അതിമ്മ ഇങ്ങനെ വെക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇങ്ങനെ വെക്ക, ഇങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നതിനേറെ വെച്ചാൽ ഐപാഡ് ലാപ്പ് ഒന്നും കുഴപ്പമില്ല. ഓക്കെ, മിസ്രിയ മാഷാല്ലാ വൈകിട്ട് വന്നിട്ട് അവള് നമ്മളെ കൂടെ ഓടിയെത്തിയ ആളാണ് കേട്ടോ. വർക്കുള്ള ഫീക്ക്. അപ്പൊ ഞാൻ എഴുതി തരാം. ഇത് അലീമ എന്നല്ല, അലീമ മാഷാല്ലാ വർക്ക് ഫുൾ അയച്ചിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പോഴേ ഞാൻ ഈ എഴുതണം, ഞാൻ വായിക്കൂല, നിങ്ങൾ വായിക്കണം കേട്ടോ. എനിക്ക് പിന്നെ അടിയിൽ വേറെ എഴുതാനും സൗകര്യത്തിന് ഞാൻ കുറച്ച് മേലെന്നൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ. ഞാനൊന്നും വായിക്കൂല, നിങ്ങൾ വായിക്കണം. വായിച്ചോളൂ. വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ, നീയല്ല, അത് ബാന്റെ അടിയിലെ കുത്ത്. താഴെ ഡോട്ട് ഇട്ടാല് ബ, മുകളിൽ ഡോട്ട് ഇട്ടാല് ന, അല്ലേ? വെരി ഗുഡ്. ഇതെങ്ങനെ നമ്മൾ പഠിച്ചേ? ബാബി ബു നമുക്ക് അറിയാം അല്ലെ, ആദ്യം അറിയാലോ. ബാബി ബു അറിയാലോ. പിന്നെ നമ്മള് ബാന് നീട്ടാന് നമ്മൾ എങ്ങനെ പഠിച്ചേ? എല്ലാരും എല്ലാവരും ബുക്ക് മാറ്റി വെച്ചിട്ട് അടുത്തേക്ക് എഴുതാൻ പറയുമ്പോ നമ്മള് അലീമ മോളെ ബുക്ക് മാറ്റി വെച്ചിട്ട് ക്യാമറ എടുത്തോട്ട് വെക്കും. ഇപ്പൊ ശരിയായി. ഓക്കെ, ഞാൻ പറഞ്ഞ ഈ കേട്ടില്ല, ഇങ്ങനെ വെച്ചാ മതി. ഇങ്ങനെയല്ല, ഇങ്ങനെ. ഫോണാണ് ഇങ്ങനെ. കുറച്ചും കൂടി വലുതായിട്ട് എന്നെ കാണാം. ഓക്കെ, സ്ക്രീന് കാണാം. എന്താ വെച്ചാൽ ഞാൻ സ്ക്രീന് ചെറുതാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് ബാ എഴുതിയില്ലേ ഇവിടെ? നമ്മള് എന്തെത്തി? ബാന നീട്ടാൻ, അതായത് എന്നുള്ള ഉച്ചാരണം. ഇതാണ് ഇതുണ്ടോ അകാരം അല്ലെ? ഇതിനെ നീട്ടാൻ, അപ്പൊ എഴുതാൻ നമ്മൾ എന്ത് പഠിച്ചു? അലിഫ് പഠിച്ചു അല്ലേ? അലിഫിന്റെ പ്രത്യേകത എന്തായിരുന്നു? അലിഫിന്റെ മുകളില് ഇതൊന്നും വരില്ല, അകാരം ഇകാരം ഉകാരം ഒന്നും വരൂല. ഓക്കെ, അലിഫ് എന്തിനാ ഉപയോഗിക്കണേ? അകാരത്തെ നീട്ടാൻ വേണ്ടിയിട്ട് മാത്രം. വേറെ ഉപയോഗങ്ങളുണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കും. അതേപോലെ വേറൊരു കാര്യം പറഞ്ഞ്, അലിഫിന് ശേഷം, അതായത് ഇതാണ് അലിഫ്, അതിൻ്റെ കൂടെ നമ്മൾ അതിന് ശേഷം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും എഴുതൂല. ഓക്കെ, ഇപ്പൊ നമ്മൾ നബത്ത എന്നൊക്കെ പഠിച്ചില്ലേ, ഒരുമിച്ച് എഴുതിയിട്ട് അതേപോലെ ഒന്നും അലിഫിന് ശേഷം നമ്മൾ എഴുതൂല. ഓക്കെ, അതൊന്നും. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? അകാരത്തെ നീട്ടാന് അലിഫ് ചേർക്കാന്ന് പഠിച്ചു. അപ്പൊ നമ്മൾ അലിഫ് ഒറ്റക്ക് എഴുതണമെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ടാണ് എഴുതുക. പക്ഷെ നമ്മൾ ഒരു അക്ഷരത്തിനെ നീട്ടാൻ വേണ്ടി നമ്മൾ എഴുതുമ്പോൾ ആ അക്ഷരം ആദ്യം എഴുതിയിട്ട് മുകളിലോട്ട് എഴുതുക അല്ലേ? അപ്പോൾ എന്നിട്ട് ബാന്റെ ഐഡന്റിറ്റി ആയ അടിയിൽ ഡോട്ട് ഇടുക, മുകളിൽ അകാരം. അപ്പൊ ബാ എന്താ വായിക്ക? വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു?
നമ്മള് ബീനെ നീട്ടാണ് അല്ലേ? ബീനെ നീട്ടാൻ നമ്മൾ എന്താണ് പറഞ്ഞേ? താറാവിന് അല്ലേ? താറാവ് എങ്ങനെ വരക്കാറിനെ? താറാവിന്റെ തല എസ് പോലെ വരക്കുക. എന്നിട്ട് ഇങ്ങനെ വെള്ളത്തിന്റെ അടിയിൽ, വെള്ളത്തിലല്ലേ താറാവ് ഉണ്ടാവുക? അപ്പൊ അതിന്റെ ഉടച്ചു അതിന്റെ അടയാളമായ ഡോട്ട് അതിന്റെ കാലിന് പകരം 2 ഡോട്ട് താഴെ ഇട്ട് കൊടുത്തു. അപ്പൊ എന്താണ് യാന്റെ ഐഡന്റിറ്റി? താഴെ 2 ആ എന്നോടല്ല. ഓക്കെ, നമ്മൾ ഇതിന് മുമ്പ് ഒരു അക്ഷരം പഠിച്ചില്ലേ? മുകളിൽ 2 ഡോട്ട് ഇട്ടിട്ട് അതേതായിരുന്നു? ത. മിശ്രിയ ഇവിടെ 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 നമ്മൾ മുകളിൽ 2 ഡോട്ട് ഇട്ടിട്ട് പഠിച്ചത് എന്തായിരുന്നു? ത. ത. വെരി ഗുഡ്. ഓർക്ക പറയും. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അങ്ങനെ പഠിച്ചോട്ടെ. അങ്ങനെ പഠിച്ചാൽ മതി. അപ്പൊ മനസ്സിലായിക്കോളും. ത താ ബ ബ അങ്ങനെ പറയുമ്പോ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ സാവധാനം ശരിയായിക്കോളും, കുഴപ്പമില്ല. അപ്പൊ യാന്റെ പ്രത്യേകത നമ്മൾ എന്താ പറഞ്ഞേ? യാ അലിഫ് പോലെയല്ല. യാന്റെ മേലെ അകാരട്ട നമ്മൾ യാ വായിക്കും, ഇകാരട്ട നമ്മൾ ഈ വായിക്കും, ഉകാരട്ടാലോ? പറയ്. കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? എന്ത് പറയാത്തു അലീമ? സ്റ്റക്കായ? വെരി ഗുഡ്. അലീമ സ്റ്റക്കായി തോന്നുന്നുണ്ട്. അർമാൻ ക്യാമറ ഓഫ് ചെയ്യണ്ട, അവിടെ ഇരുന്നോ, അല്ലെങ്കിൽ മോച്ചിൻ്റെ അടുത്ത് നടി കിട്ടും. അപ്പോൾ യാനെ നീട്ടാന് അല്ല ഈകാരത്തെ നീട്ടാൻ യാ പഠിച്ചു. യാന്റെ പ്രത്യേകത അതിന് യാ ഈ യു എന്നൊക്കെ അങ്ങനെ പഠിച്ചു. വേറൊരു പ്രത്യേകത എന്താ പഠിച്ചേ? യാ ഒറ്റക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. അതേപോലെ ഒരു പദത്തിന് ശേഷം ലാസ്റ്റ് എഴുതുമ്പോൾ കേട്ടോ, അവസാനത്തിൽ എഴുതുമ്പോഴും ഇങ്ങനെ എഴുതും. പക്ഷെ ആദ്യത്തിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ നടുവിലൊക്കെ വരുമ്പോൾ, അതായത് അതിനുശേഷം വേറെ അക്ഷരങ്ങൾ, ഇത് അവിടെ വേറെ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതൂല. എങ്ങനെ എഴുതുക? നമ്മൾ ഇങ്ങനെ മാത്രം എഴുതുക. അതായത് നമ്മൾ ബോട്ട് വരച്ചിട്ടാണ് എഴുതുക. അപ്പൊ അതിനെ നമ്മൾ യാ എന്നാണെന്ന് എങ്ങനെ മനസ്സിലാക്കുക? അതിന്റെ താഴെ 2 ഡോട്ട് ഇടുക. അപ്പൊ നമുക്ക് അത് യാ ആണെന്ന് മനസ്സിലാവും. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇപ്പൊ നമ്മൾ ഇകാരത്തെ നീട്ടാനുള്ള യാ മാത്രം പഠിക്കുക കേട്ടോ. അപ്പോ ബി. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഈ ബി എങ്ങനെ കിട്ടിയതാ? ഈ ബി കിട്ടി. ഓക്കെ, ഈ ബി എങ്ങനെ കിട്ടി? ഓക്കെ, സൈനബ് എവിടെ പോയിരുന്നു? ഞാൻ ചോദിക്കുന്നത് പറയട്ടാ. അപ്പൊ ബി കിട്ടി. പിന്നെ നമ്മൾ ഉകാരത്തെ നീട്ടാൻ നമ്മൾ എന്താ പഠിച്ചേ? ഇതെന്താണ്? ബൂ. അപ്പൊ നമ്മൾ ബൂ എഴുതാൻ എന്താ പറഞ്ഞേ? നമ്മള് റൗണ്ട് വാവ് കൂട്ടിയിട്ടാണ് നമ്മൾ ഉകാരത്തെ നീട്ടാന്ന് പഠിച്ചു അല്ലേ? അപ്പോഴാണ് നമ്മൾ വാന്റെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ ബാന എഴുതി കൊടുത്തപ്പോ അത് ബൂ വായിച്ചു അല്ലേ? വാവിന്റെ പ്രത്യേകത ബൂ. ബൂ. വാവിന്റെ പ്രത്യേകത എന്താ? വാവും യാ പോലെ തന്നെ ഇങ്ങനെ ഇട്ടാല് വാ വായിക്കും. ഓക്കെ, ഇങ്ങനെ ഇട്ടാല് വി വായിക്കും, ഇങ്ങനെ ഇട്ടാല് വൂ വായിക്കും. ഓക്കെ, അതേപോലെ തന്നെ വാവിന് ശേഷം നമ്മൾ അലിഫിന് ശേഷം ഒന്നും കൂട്ടി എഴുതൂല പറഞ്ഞില്ലേ? അതേപോലെ വാവിന് ശേഷം ഒന്നും കൂട്ടി എഴുതൂല അല്ലേ? അതെന്തുകൊണ്ടാ? അതിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞത് ആ വാലാണ് കേട്ടോ. അലിഫിന്റെ ഐഡന്റിറ്റി ഈ വരയാണ്. എവിടെ? ഓക്കെ, ഇതാണ്. വാവിന്റെ ഐഡന്റിറ്റി ഇങ്ങനെ താഴോട്ടുള്ള ഈ വാലാണ്. മുകളിൽ ചെറിയൊരു റൗണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി എവിടെ കണ്ടാലും വാവിനെ മനസ്സിലാക്കണം കേട്ടോ. അത് ബു ബൂ. ഓക്കെ, മിസ്സവിന് ഇത്താത്തൊക്കെ ഉണ്ടല്ലോ ഇരുന്നിട്ട്. അപ്പൊ ബ ബാ ബി ബി ബു ബൂ. അത് ബു ബൂ. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അത് പഠിഞ്ഞു. ഇനിയിപ്പോ എന്താ വേണ്ടേ? ഓക്കെ, അപ്പൊ നമ്മുടെ എങ്ങനെയെന്ന് നമുക്കറിയാലോ അല്ലെ? അടുത്തത് ഞാൻ എഴുതുന്നത് ഇവിടെ തന്നെ എഴുതട്ടെ, അപ്പൊ നിങ്ങൾക്ക് കാണൂല, ഇവിടെ എഴുതാം. ഇത് വായിച്ചേ. ഇതൊന്നും ഞാൻ വായിക്കൂല, വേഗം വായിച്ചോളി. ഇതാ, വെരി ഗുഡ്. മിസ്സബിന്റെ ഇത്താത്തല്ല, ഉമ്മയെന്ന് തോന്നുന്നു. ഇതെന്താ?
തീ. വെരി ഗുഡ്. പിന്നെ അലീമ പറയുന്ന കേൾക്കുന്നില്ലല്ലോ. താ. ആ താഹ. താ തീത്തു. താ തീത്തു ഇങ്ങനെ പഠിച്ചാ മതി. താന്ന് നീളൂല. ആ ആ വെരി ഗുഡ്. ഇപ്പൊ കേട്ടു. ആ വെരി ഗുഡ്. ആ ഇനി ഇത് വായിച്ചാണ്. ഇതാണ് കിട്ടുക. താ തീ തൂ അങ്ങനെ നീട്ടിക്കോളൂ. എത്ര വേണമെങ്കിലും നീട്ടിക്കോ. ആ അവിടെ നീട്ടിക്കോളൂ. എല്ലാം നീട്ടുക. അതെത്ര വേണേലും നീട്ടിക്കോട്ടെ. പഠിക്കുമ്പോൾ നമ്മളങ്ങനെയൊക്കെ ആ താ തൂ തൂ. ഓക്കെ വെരി ഗുഡ്. ഇനി അടുത്തത് നിങ്ങൾ വായിക്കണം കേട്ടോ. സൈനബ് വേഗം വായിച്ചോ. ആ ആ ആ വായിച്ചോ. ആ സീ സു. വേറെ ആരെങ്കിലും വന്നിക്കണോ? എനിക്ക് ഈ സ്ക്രീൻ ഇത്തിരി ചെറുതാണ്. അപ്പൊ വേറെ ആരാ വന്നേ? അത്ര ആളല്ലേ ഉള്ളൂ. 5 പേരോ? എല്ലാവരൊക്കെ എവിടെ പോയി ഇന്ന്? അല്ല ഈ 5 പേരല്ലേ ഉള്ളൂ ഇന്ന്. ഒരു മിനിറ്റ്. ആ ഇനി അടുത്തത്. ഇനി ഇത് വായിച്ചേ. കൂട്ടി എഴുതിയിട്ടില്ല. ആ ആ ആ നീട്ടിക്കോളി. നല്ലോ നീട്ടിക്കോളി. വെരി ഗുഡ്. സൈനബാണ് നീട്ടുന്നത്. അപ്പൊ ബ ബാ അല്ല ബ ബി ബു ബാ ബി ബൂ ത സാ സീ സൂ. രണ്ടാമത് താ തീ തൂ. സു സാ സീ സൂ. ഓക്കെ. അടുത്തത് ഏതാ അക്ഷരം? അങ്ങനെ പറഞ്ഞാ മതി. വെരി ഗുഡ്. ഈ നാന്റെ പ്രത്യേകത എന്താ പറഞ്ഞേ? നമ്മള് ഒറ്റക്ക് എഴുതുമ്പോ ഇങ്ങനെ ഇത്തിരി ഞാന്റെ പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞേ? ഒറ്റക്ക് എഴുതുമ്പോ നമ്മൾ ഇങ്ങനെ ഇത്തിരി വയറൊക്കെ ആയിട്ട് എഴുതണം. ലാസ്റ്റ് എഴുതുമ്പോൾ ഇപ്പോ ലാസ്റ്റ് ആണെങ്കിലും ഇങ്ങനെ എഴുതണം. പക്ഷെ ഫസ്റ്റിലോ അതിനുശേഷം വേറെ അക്ഷരങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതുക അല്ലേ? സദാ ബാ ഇതുപോലെ ബോട്ട് വരക്കുക ചെയ്യുക അല്ലേ? അതാണ് ഞാൻ്റെ പ്രത്യേകത. അത് ഓർത്ത് വെക്കണം കേട്ടോ. നമ്മൾ അതിനുശേഷം അക്ഷരം ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ. അപ്പൊ നമ്മളിതിന് മനസ്സിലാക്കാൻ മുകളിൽ ഡോട്ട് കണ്ടാൽ ഞാ മനസ്സിലാക്കണം. ഞാണെന്ന്. അതിന് അലിഫ് കൊടുത്താൽ നാ. അതിന് യാട്ട് കൊടുത്താൽ നീ. അതിന് വാവിട്ട് കൊടുത്താൽ നൂ. ഓക്കെ. ഇത് എല്ലാവർക്കും അറിയാലോ. ഒന്ന് വേഗം സ്പീഡിൽ വായിച്ച്. ഞാൻ ഇത് കാണിച്ചു തരാം. ഓക്കെ. ഒന്ന് സ്പീഡിൽ വായിച്ചത് അവിടെ മുതൽ. ഇതെന്താ? ഇത് ടീച്ചർ തെറ്റി എഴുതിക്കണല്ലോ. നിങ്ങൾ എന്താ ആരും കണ്ടുപിടിക്കാഞ്ഞ്? ഇതാ അവിടെ ഉണ്ടോ? തെറ്റി എഴുതിക്കണു. നിങ്ങൾ എന്താ ആരും കണ്ടുപിടിക്കാഞ്ഞു? ഇനിയിപ്പോ അതെങ്ങനെ മാറ്റിയതാ? അപ്പൊ എന്റെ എല്ലാം പോകും. ഓക്കെ ശരിയായി. ഇനി എഴുതട്ടെ. ഇവിടെ ഇങ്ങനെയല്ലേ എഴുതുക? നൂ. അപ്പൊ നിങ്ങൾ എങ്ങനെ നൂ വായിക്കാത്? ഓക്കെ ഇപ്പൊ ശരിയാക്കി.
ആ ഇനി സൈനബ് വായിച്ചേ, നേരത്തെ സ്പീഡ് കൂടിയതുകൊണ്ട് എത്തിയില്ല അപ്പം. ആ വെരി ഗുഡ്. ആ ഓക്കെ മാഷാ അല്ലാ, മബ്രൂക്ക്. ആ ബാ ഇതാ ഇവിടെ പിടിക്കണം. ആ ആ ബൂ ഇത് കാണുന്നില്ല. സൈനബ് സൈനബ വായിക്കണ ഇവിടെ ബൂ. ഓക്കെ ബാ ബീ ബൂ പറഞ്ഞേ. എന്താ കേൾക്കാത്തു? സൈനബ് ഉറക്കെ പറയുന്നുണ്ട് പക്ഷെ കേൾക്കുന്നില്ലല്ലോ. ഇനി അടുത്ത വായിച്ച മോളെ സൈനബ്. കേൾക്കുന്നില്ല. ആ അപ്പൊ കേട്ടു. ആ വെരി ഗുഡ്. ആ ആ ആ വെരി ഗുഡ്. ആ ആ ആ ആ ആ ആ ആ വെരി ഗുഡ്. ആ ആ ആ ഓക്കെ മാഷാ അല്ലാ, മബ്രൂക്ക്. ആ ആ ആ ഓക്കെ മാഷാ അല്ലാ, ബറക്കല്ലാഹു ഫീക്ക്. നന്നായി വായിച്ചല്ലോ. ഇനി അലിമ വായിച്ചേ. ഇതാ ഇവിടെ. ആ ആ ആ ആ ആ ബൂ. ആ ആ ആ ആ ഇവിടെ പറയുമ്പോ ത തീ തു അങ്ങനെ പറഞ്ഞു നോക്ക. മച്ചി പറഞ്ഞു കൊടുക്കണ്ട, അവള് പറയട്ടെ, ഒറ്റക്ക് പറയട്ടെ. ആ ത തീ തു. ഓക്കെ വെരി ഗുഡ്. ആ താ തീ തു പിന്നെ താ. ആ ആ എന്താ തീ. കേൾക്കുന്നില്ലല്ലോ. ആ ആ വെരി ഗുഡ്. ആ ആ ആ വെരി ഗുഡ്. ആ ആ തീ. ആ ഓക്കെ അത് സി ആണ്. എങ്ങനെ മനസ്സിലാവുക? ഈ അടിയിൽ വരെയും ഈ താറാവിന്റെ ചിഹ്നം കണ്ടാൽ സി ആണ് മനസ്സിലാക്കണം. ഈനെ നീട്ടാനാന്ന് മനസ്സിലാക്കണം കേട്ടോ. വാവ് കണ്ടാല് ഊനെ നീട്ടാൻ. അപ്പൊ സൂ പറയണം കേട്ടോ. ആ ഇനി ഇത്. ആ ആ ആ ഇതാ. ആ നീ 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 നീട്ടിപ്പ നീ നൂ. അപ്പൊ എന്റെ നീ എവിടേക്ക് പോയി? കല്യാണത്തിനും ഉണ്ടല്ലോ എപ്പോഴും. നീ ഇതാ അവിടെ ഇരിക്കണ്. നീക്ക് സങ്കടാവൂല അതിനെ പറയാഞ്ഞാല്. നാ നീ നൂ. ഓക്കെ ബാ ബീ ബൂ താ തീ തൂ സാ സീ സൂ നാ നീ നൂ അങ്ങനെ പഠിക്കണം കേട്ടോ. ഇത് ബ ബി ബു ത തി തു സ സു ന നീ നൂ. ആ മിസ്രി ഇവിടെ പോയി. ഇനി മിസ്രി വായിച്ചേ. സൗണ്ട് ആ ആ ആ ആ വെരി ഗുഡ്. ആ ആ അപ്പൊ ഇവിടെ പറയുമ്പോഴേ നീട്ടണ്ട. ആ നോക്കാം. ഇനി പറയുമ്പോൾ ഒരു മിനിറ്റ് മിസ്രിയ. ഇവിടെ പറയുമ്പോൾ സ സി സു സാ സി സു നീട്ടണ്ട. വെരി ഗുഡ്. ആ ഇനി നീട്ടി. ആ വെരി ഗുഡ്. ആ ആ
ആ ഇനി ടീച്ചർ പറഞ്ഞുതരാം അതുപോലെ പറഞ്ഞേ. ബ, പറ പറ മിശ്രിയ പറ. ba ആ ബി bi ബു bu ബ ബി ബു. ba bi bu ആ ബ ബി ബു. ba bi bu അവിടെ ശബ്ദം ഉണ്ടാവുന്നുണ്ട് അല്ലേ? എന്താ സൗണ്ട്? ഇനി പറഞ്ഞു നോക്ക്. ത തി തു. ta ti tu ആ sa താ. si ആ su വെരി nya ഗുഡ്. ni ആ nyo ആ ഞാ നീ നു. ഓക്കെ. ഇനി ആരാ പറയാൻ ബാക്കി? ഇനി ആരെങ്കിലും ഉണ്ടോ? ആ എയ്സ് വന്നല്ലോ. അല്ല മിസ്സബ് പറയാൻ പറ്റുമോ? ഓണാക്കാൻ പറ്റുമോ? വേറെ ശബ്ദം ഉണ്ടോ? ഓക്കെ എന്നാ ഇസ പറയാ. ഇസ എയ്സ എവിടെ പോയി? എയ്സ എവിടെയായിരുന്നു? ഇത്ര വൈകി എന്തേ? കുറെ നേരമല്ലേ തുടങ്ങിയിട്ട്? മോള് ഓഡിയോ ഓൺ ചെയ്യും. ഓഡിയോ എയ്സ എന്തേ വൈകി? നമ്മൾ അക്ഷരമൊക്കെ പഠിച്ചു തുടങ്ങിയല്ലോ. ഓണായില്ല. ആ ഇപ്പൊ ശരിയായി. മോളെന്തേ വൈകി? അത് ഞങ്ങളുടെ പാരന്റ്സ് എവിടെ പോയേക്കുന്നത്. ആ അപ്പൊ മോൾക്ക് കയറാൻ പറ്റിയില്ല. ആരോടെങ്കിലും ഓണാക്കി തരാൻ പറഞ്ഞൂടായിരുന്നോ? ഞാനിപ്പോ ഈ സ്ക്രീനിൽ എഴുതി കാണുന്നുണ്ടാ? ഒന്ന് വായിക്കാൻ പറ്റുമോ നോക്കിയേ. നോക്കട്ടെ ഒരു മിനിറ്റ്. ഞാനിപ്പോ അതാ ഇത് കാണുന്നില്ല ഇങ്ങനെ അടയാളം കാണിക്കുന്നത്. ഒന്ന് വായിച്ചേ. ba bi bu മാഷാ അല്ലാ, വെരി ba ഗുഡ്. bi bu ആ വെരി ഗുഡ്. ta ti tu ആ sa ti tu വെരി sa ഗുഡ്. ti su ആ ഇത് പറയുമ്പോൾ നീട്ടണ്ട. ഇവിടെ ഇങ്ങനെ പറയുമ്പോ നീട്ടണ്ട. പറഞ്ഞേ. sa ആ sa നമ്മൾ അലിഫ് അതിനുശേഷം അലിഫ് ഇടുമ്പോൾ നമ്മൾ സാ നീട്ടുക. ഇത് ഒന്നുമില്ലെങ്കിൽ ആ സി sa si su സു. ഓക്കെ. ആ sa ഇനി നീട്ടി. si su nya വെരി ഗുഡ്. ni ആ nu വെരി nya ഗുഡ്. ni nu ആ വെരി ഗുഡ്. മാഷാ അല്ലാ, മബ്രൂക്ക്. അപ്പോൾ വായിക്കാൻ അറിയുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഇനി നമ്മൾ ബാങ്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? ഒരു മിനിറ്റ് കേട്ടാ. ബാങ്ക് ഒന്ന് കഴിഞ്ഞോട്ടെ. ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടിയാലോ ഇതിന്. ഇപ്പൊ കഴിഞ്ഞു. 8 മണി ഉണ്ടാവൂലേ ബാങ്ക് കൊടുക്കാൻ? ഞാൻ കേരളത്തിലല്ലേ, നാട്ടിലല്ലേ?
ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഒരുമിച്ച് എഴുതി നോക്കാം. അപ്പൊ അത് ഞാൻ പറയില്ല, നിങ്ങൾ തന്നെ പറയും. കാരണം ഈ പഠിച്ചത് നമുക്ക് കൂട്ടി എഴുതുക ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ മുകളിൽ എഴുതിയില്ലേ, അത് ഞാനൊന്ന് കൂട്ടി എഴുതി തരാം. ഓക്കെ, ആദ്യം നമുക്ക് ഇതെടുക്കാം. ഇത് കേൾക്കുന്നില്ല? അതിന്റെ അടുത്ത് എന്താ വേറെ സൗണ്ട് ഒക്കെ കേൾക്കുന്ന? Yes, but the passbook will remain the same. Yes, the passbook will remain the same. What can happen? So let's take an example of payment. Let's say if payment is recorded. ആരാ? എന്താ ടിവിയോ എന്തെങ്കിലും ഓണാണോ? വേറെ സൗണ്ട് ഇടാക്കല്ലേ കേട്ടോ. മിസ്രിയേണ്ടതല്ല, വേറെ ആരതുമാണ്. ഓക്കെ, അപ്പൊ ഇപ്പോ ഞാനിതായി ഇത് എഴുതിയില്ലേ, ഇതെന്താ വായിക്കാ ഈ റൗണ്ട് ഇട്ടത്? ഇതാ അവിടെ അർമാൻ പറഞ്ഞ ഈ റൗണ്ട് ഇട്ടത് എന്താ? ദാ വെരി ഗുഡ്. വെരി ഗുഡ്. ഇതാ ഈ റൗണ്ട് ഇട്ടത് ബ അല്ലെ? അലീമൊക്കെ മനസ്സിലായോ? സിയ, സൈനബ് നോക്കിയ ഇത് താ, ഇത് ബ. അത് നമ്മൾ ഒരുമിച്ച് ഇവിടെ എഴുതാം. ഇവിടെ എഴുതാം. അപ്പൊ എന്താ വായിക്ക? അങ്ങനെയാണ് നമ്മൾ എഴുതാൻ പഠിക്കുക കേട്ടോ. ഇപ്പൊ നമ്മൾ അത് രണ്ടും ഒരുമിച്ച് എഴുതിയപ്പോ താബ. ഓക്കെ, അത് മറ്റേ വായിച്ചപ്പോ അത് പോയി. ഓക്കെ, അപ്പൊ താബ അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. ഇവിടുന്ന് ഈ പഠിത്തത്തിൽ നമ്മൾ ഒരുമിച്ച് എഴുതുക ചെയ്യുന്ന കേട്ടോ. ഇനി അടുത്തത് വായിച്ചേ. ഇതെന്താ? താഴെ 2 ഡോട്ട് ഇട്ടിട്ട് മുകളിൽ ഇതിട്ടപ്പോ എന്താ വായിക്കുക? വെരി ഗുഡ്. അലീം ഒന്ന് ഓഡിയോ ഓൺ ചെയ്തോ? വേറെ സൗണ്ട് ഇല്ലെങ്കിൽ ഓൺ ചെയ്തോളൂ. എന്താണ് പിന്നെന്താ? മിസ്രിയ മോൾ ഓൺ ആക്കിക്കോ, ഓഡിയോ ഓൺ ചെയ്തോ, നിങ്ങൾക്ക് വായിക്കാലോ. വേറെ പാരാ? ഹൈസ. എല്ലാരും എനിക്ക് സ്ക്രീനിൽ കാണൂല, അപ്പൊ ഞാൻ എഴുതിയത് പോകും. ഓൺ ആക്കിക്കോ, ഓഡിയോ ഓൺ ചെയ്തോട്ടോ. ഇന്നിപ്പോ വേറൊരാള് ഏജ എന്നാണ് പേര്, വേറൊരു ഹൈസ എന്ന ഒരാളിന്ന് കേറാറിഞ്ഞു, ആള് കേറിയിട്ടില്ല അല്ലെ? ഓക്കെ, ഇപ്പൊ യാ പറഞ്ഞില്ലേ? ഓക്കെ, യാ. ഇപ്പോഴോ? യതൂ അല്ല, യതൂ. വെരി ഗുഡ്. യതൂബ്. സൈനബ് എഴുതണ്ട, ഇപ്പൊ ഇതിൽ നോക്കിയാൽ കേട്ടോ. നമുക്ക് പിന്നെ ലാസ്റ്റ് എഴുതാം കേട്ടോ. ലാസ്റ്റ് എല്ലാവരെ കൊണ്ടും ഞാൻ എഴുതും വായിപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം ഏതെടുത്തു? യാ ഇതിൽ എഴുതിയിട്ടില്ലല്ലോ. മറന്നുപോയി. യാ എഴുതിയിട്ടില്ലല്ലോ. നമ്മൾ ഞാ വരെയല്ലേ എഴുതിയിട്ടുള്ളൂ. യാ എഴുതണ്ടേ? യാ എഴുതി അവിടെ എഴുതാൻ സ്ഥലം ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ യാ കൂടി എഴുതാണ്ടേ? പറയുമ്പോ നിങ്ങള് ഇങ്ങനെ ഒറ്റക്ക് എഴുതുമ്പോഴുള്ള യാ ഇതും, ഒരുമിച്ച് എഴുതുമ്പോഴുള്ള യാ ഇതും, ഇത് രണ്ടും കൂടെ എഴുതിക്കണം. ഒറ്റക്ക് എഴുതുമ്പോ ഇങ്ങനെ, ഒരുമിച്ച് എഴുതുമ്പോ ഇങ്ങനെ. ആദ്യം എഴുതണം നീട്ടല്ലല്ലോ, നീട്ടിടുമ്പോഴല്ലേ നമ്മൾ നീട്ടാൻ പാടുള്ളൂ. പക്ഷെ ഇതിനെ ഒരുമിച്ച് എഴുതുമ്പോ ഇങ്ങനെ തന്നെ എഴുതാം കേട്ടോ. അങ്ങനെ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇത് എഴുതാതെ നമ്മളിങ്ങനെ എപ്പോഴും എഴുതുക. അപ്പൊ അതൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ? അപ്പൊ ഇതെന്താണ്? യാ ഒറ്റക്ക് എഴുതുമ്പോഴുള്ള യാ. ഇത് ഒരുമിച്ച് എഴുതുമ്പോഴുള്ള യാ. ഇത് ഒറ്റക്ക് എഴുതുമ്പോഴുള്ള ഈ. ഇത് ഒരുമിച്ച് എഴുതുമ്പോഴുള്ള ഈ. ഇത് യു, ഇത് യു. യു. ഓക്കെ, അങ്ങനൊക്കെ മനസ്സിലായില്ല? പിന്നെ ഒന്നും കൂടി എഴുതാണ്ടേ? ഇതെന്താ? വാ.
ആ വാ വി ഓ അപ്പൊ വാന്ന് എങ്ങനെ എഴുതാ? വെരി ഗുഡ്. ആ വാന്ന് എഴുതണമെങ്കിൽ വാ കഴിഞ്ഞിട്ട് അലിഫ് ഇട്ട് കൊടുക്കും. ഈ ഇട്ട് കൊടുത്തേ നമ്മുടെ ഇതിന്റെ ഒപ്പം കഴിഞ്ഞിട്ട് ആ വാ ഇതെങ്ങനെ ഇങ്ങനെ ആയിപ്പോയി? ഇങ്ങനെ ആയിപ്പോയേ. ഒരു മിനിറ്റ്. ഇതിന് ശേഷം നമ്മൾ കൂട്ടിയിട്ട് കൊടുത്തു, ഇത് ഒറ്റക്കും. അതെന്തുകൊണ്ടാ? വാവിന് ശേഷം ഒന്നും കൂട്ടി എഴുതി. അതുകൊണ്ടാട്ടാ വാവ് എപ്പോഴും ഒറ്റയ്ക്ക് വേറെ ഒന്നിന്റെ കൂടെ എഴുതും, പക്ഷെ വാവിന്റെ കൂടെ ആരെയും കൂടെ എഴുതും. അപ്പൊ ഇവിടെ രണ്ട് ഒറ്റയ്ക്ക് എഴുതും. ആ, ഊ, ഊ എന്ന് എഴുതുക. ഇങ്ങനെ. ആ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് യത്തൂബു എഴുതി വെക്കാം. യാ തൂ യതൂ. വെരി ഗുഡ്. യതൂബു. വെരി ഗുഡ്. ഓക്കെ. ഇനി അടുത്തത് നിങ്ങൾ വായിച്ചാണ് വേഗം വായിച്ചോളൂ. കുറച്ച് അടുത്ത് എഴുതാം അല്ലേ? ആ അടുത്ത് വായിച്ചേ. ആ വെരി ഗുഡ്. വെരി ഗുഡ്. എല്ലാവരും വായിച്ചേ. എല്ലാവരും വേഗം വേഗം വായിച്ചോളൂ. ഓക്കെ. വെരി ഗുഡ്. വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞോ? കുറച്ചുണ്ട് ഇതോടെ പോയി. ഓക്കെ. ഏറ്റവും അടിയിലാവുമ്പോ എനിക്ക് എഴുതാറുണ്ട. ഓക്കെ. എന്താ? ഓ വെരി ഗുഡ്. ആ വെരി ഗുഡ്. മാഷാഅല്ലാ. മബ്രൂക്ക്. സവാബു. അപ്പൊ എളുപ്പമാണ് അല്ലേ? വാ. വെരി ഗുഡ്. അടുത്തത് ആ വെരി ഗുഡ്. ബൂല്ല. ബാബി. ഇത് ബാബി. ബൂല്ല. ഇതൊരു വാക്കാണ് കേട്ടോ. ഇതൊരു വേർഡാണ്. ബാബി. ബാബി അമ്മായിന് ബാബി വിളിക്കും. ആന്റിനെ ബാബി വിളിക്കും. ഇനി അടുത്തത് എഴുതാം. ഓക്കെ. ഇനി അടുത്തത് ഇവിടെ തന്നെ എഴുതാം. ഇതാ താഴെ നോക്കിയേ, വായിച്ചേ. ഓക്കെ. വെരി ഗുഡ്. ആ വെരി ഗുഡ്. ആ എല്ലാരും വായിച്ചപ്പോ വെരി ഗുഡ്. ഓക്കെ. അടുത്തത് വായിച്ചേ. ആ വായിച്ചോളി. വെരി ഗുഡ്. മബ്രൂക്ക്. യബീനു. ഇനി അടുത്തത്. ആ മാഷാഅല്ലാ. മബ്രൂക്ക്. ഇതെന്താണ്? ഇത് എളുപ്പമാണ്. വെരി ഗുഡ്. നാബ. താഴെ എഴുതിയിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ? ഞാനിത് മേലക്കാക്കിയാലും എന്റെ എഴുത്തിയത് അവിടെ നിൽക്കും. വെരി ഗുഡ്. വെരി ഗുഡ്. മിസ്സുവിനെ ശല്യപ്പെടുത്തല്ലേ മക്കളെ. മിസ് കേട്ടോട്ടെ, ക്ലാസ് കേട്ടോട്ടെ.
ഏയ് മിസബിന്റെ കസിൻസ്. ഹലോ, ശ്രദ്ധിക്കണില്ല. പോട്ടെ. അപ്പൊ യനൂബു ഇതെന്താണ്? യനൂബു. ആ അതൊന്നും ബുദ്ധിമുട്ടില്ല അല്ലേ? ഓക്കെ, ഓരോന്നും വായിക്കാം, അല്ലെങ്കിൽ മറ്റേതൊക്കെ പോകും. ഞാനിപ്പോ സ്ക്രീന് വലുതാക്കിയാലും ഞാൻ എഴുതിയത് ഓരോരുത്തും സ്ക്രീൻ അപ്പുറത്തും കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇതിൽ തന്നെ വായിക്കാം കേട്ടോ. ഇത് കഴിഞ്ഞു. അടുത്തത് ഇവിടെ തന്നെ എഴുതാം. ഓക്കെ, വേഗം വായിച്ചോളൂ, ഇത് എളുപ്പമാണ്, എല്ലാരും വായിക്കും. ബുക്കൊന്നും എടുക്കണ്ട. നോ 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 നോ. മക്കളെ മിസ്സബിനെ ശല്യപ്പെടുത്തല്ലേ. അവന്റെ മുടിയൊക്കെ പിന്നെ ശരിയാക്കാം, അവൻ ക്ലാസ് കേട്ടോട്ടെ ട്ടാ. ബാത്ത. ഓക്കെ, അതിന്റെ അടുത്തത് വായിച്ചോളൂ. മാഷാഅല്ലാ, മബ്രൂക്ക്. വായിക്കും. വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്തത് അടുത്തത് നാ നീ നു ഒക്കെ ഒരുമിച്ച് വരുന്ന സംഭവങ്ങളാട്ടോ. ഒരുമിച്ചല്ല, അതിന്റെ 3 വേർഡിലും കൂടി അത് 3 വേർഡ്. വേഗം വായിച്ചോളൂ. ആദ്യത്തെ ബാനല്ല, ബന. അടുത്തത് ബനി. ബനാ, ബനി. അടുത്തത് ഇതിലെന്താണ്? എല്ലാം ഒരുമിച്ച് വന്നു അല്ലേ? നാ വന്നു, ബന. നീ വന്നു, ബനി. ആരാ പിന്നെ ബാനു എന്ന് പറയുന്നു? ബ ഉള്ളു, ബനു. വെരി ഗുഡ്, ബനു. ഓക്കെ, മാഷാഅല്ലാ. മിസ്സബിന് കൊറേ വിരുന്നേരുണ്ടല്ലോ. ഇതൊക്കെ ആരാ മിസ്സബന്റെ കസിൻസാ? ആൺകുട്ടികളാണ്. അപ്പൊ അടുത്തതൊന്ന് നോക്കി, നിങ്ങൾക്ക് കഴിയോന്ന്? അടുത്തത് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങള് സൂപ്പറാണ്. ഓക്കെ, മാഷാഅല്ലാ, ബറക്കല്ലാഹു ഫീക്കും. ഓക്കെ, അപ്പൊ ഇത് കഴിയാനായിട്ടോ. യൂണിറ്റ് 2 എഴുതി കഴിയാനായി. ഇനി ഒരു 3-4 വേർഡും കൂടി ഉള്ളു. അപ്പൊ ഇതെന്താണ്? ഇതും കൂടി നേരത്തെ അതേ സംഭവം. ഓക്കെ, സാബത്ത. എയ്സ പോയോ? യുസാബിത്തു. ഓക്കെ, യുസാബിത്തു. ഗുഡ്. ഓക്കെ, എന്തല്ല ഇവർക്കെന്താ? ഓക്കെ,
നമ്മൾ ഇവിടെ തന്നെ എഴുതിയാലുള്ളൂ, മേലൊന്നും എടുത്തിട്ട് നമുക്ക് വായിക്കാൻ കഴിയും. അതാണ് ഞാൻ ഇവിടെ തന്നെ എഴുതണം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മേലെ പോയിട്ട് നോക്കാമല്ലോ. അപ്പൊ ഇത് നിങ്ങൾ ഈ എഴുതിയതുണ്ടല്ലോ, ഇത് എഴുതിയിട്ട് നിങ്ങൾ എനിക്ക് അയച്ചു തരണം, വോയിസ് ഒക്കെ അയച്ചു തരണം കേട്ടോ. ബ അത് ഏതാ അറിയോ? 15-ാമത്തെ പേജില് ബ ബി ബു അതില്ലേ, അത് എഴുതി തരണം കേട്ടോ. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ. അടുത്തത് ഇത് കിട്ടുമോ നോക്കാം. അയ്യോ, ആരും കിട്ടേ? ഓക്കെ, അടുത്ത നോക്കിയേ. ഇത് ബുദ്ധിമുട്ടുണ്ടോ നോക്കിയേ, വായിച്ചേ. 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 വെരി ഗുഡ്. വെരി ഗുഡ്. ഇനി ഇത് എളുപ്പമാണ്. ഓക്കെ, ഈസി അല്ലേ? ഇനി ഓക്കെ. ഇനി വായിച്ചത് എന്താ? ബു. ഓക്കെ, ഇതോ? നീ. ബൂന്ന് നീട്ടണതാ. ഈ ബൂ എടുത്തു അല്ലേ, പിന്നെ ഇതെടുത്തു, ഈ നീ എടുത്തു, പിന്നെ ഈ എടുത്തു. ലാസ്റ്റ് ആയതുകൊണ്ട് ഒറ്റക്ക് എഴുതി, ഇതുപോലെ എഴുതി അല്ലേ. ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ബുനിയ, അതാണ് ഈ വേർഡ് കേട്ടോ. പിന്നെ ബുയൂത്തി. അടുത്തത് അങ്ങനെ എഴുതാം. മാഷാഅല്ലാ, മബ്രൂക്ക്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ആരിനെ മൊബൈൽ കളിക്കാൻ സമ്മതിക്കരുത് കേട്ടോ. നിങ്ങളുടെ റൂമില് ആരും മൊബൈൽ സമ്മതിക്കരുത്. ഇതെന്ത് ഡിസ്റ്റർബൻസ് ആവും. ഇനി ഇത് വായിച്ചേ. വെരി ഗുഡ്. അങ്ങനെ പഠിക്കാട്ടോ. അങ്ങനെ പറയുമ്പോ കൂട്ടി വായിക്കാൻ പഠിക്കാം. ഓക്കെ, മാഷാഅല്ലാ. ഇത് ലാസ്റ്റ് വേർഡാണ്. ഓക്കെ, വായിച്ചേ. ഇല്ല, യസീബു നീട്ടാനില്ല. പറയും യസീബു. ഓക്കെ, മബ്രൂക്ക്. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇനി ഇത് കുറച്ച് കൂട്ടാം. ഓക്കെ, ടെക്സ്റ്റ് വേണമെന്നില്ല, ഇത് നോക്കി വായിച്ചാലും മതി. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണല്ലോ. അതല്ല യൂണിറ്റ് 2 ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നവർ യൂണിറ്റ് 2 എടുക്കുക. അല്ലെങ്കിൽ ഇത് മതി, നിങ്ങളെ വായിപ്പിച്ചോളാം. ഇതിൽ വായിപ്പിച്ചോളാം. അത് ടെക്സ്റ്റ്
ആദ്യം അർമാൻ തന്നെ വായിച്ചു കൊടുത്തേ. Baba. ആ ഒരു മിനിറ്റ്. Baba. Ya. ഒരു മിനിറ്റ്. സൈലന്റ്. ഒരു Ibu. മിനിറ്റ് അർമാൻ, ഒരു മിനിറ്റ്. എല്ലാവരും ഒന്ന് ഓഡിയോ ഓഫ് ചെയ്തേ. മാഷാഅല്ലാ, ഒരു കുഞ്ഞുവാവ നോക്ക് മിസ്സബിന്റെ കൂടെ ക്ലാസ് കേൾക്കാൻ വന്നിട്ട്. അന്നൊക്കെ മിസ്സബിനെ കണ്ടാവും അല്ലേ? ഒരു മിനിറ്റ്, എല്ലാവരും ഒന്ന് ഓഡിയോ ഓഫ് ചെയ്യോ അർമാൻ വായിക്കുന്ന കേൾക്കാന്? ഹലോ, എല്ലാവരും ഒന്ന് ഓഡിയോ ഓഫ് ചെയ്യോ അർമാൻ വായിക്കുന്നത് കേൾക്കാൻ? ഇനി അർമാൻ വായിച്ചേ. ഓക്കെ, വായിച്ചോ, തുടങ്ങിക്കോ. വായിച്ചോ മോനെ. Saba. അല്ല, ഇതെന്താ ഡോട്ട്? Saba. ഓക്കെ, അർമാൻ വായിക്കുമ്പോ എല്ലാവരും ശ്രദ്ധിക്കട്ടാ. മിശ്രിയ, Yetibu. ജൈനബ്, എയ്സ് എവിടെ പോയി? നിസാബ്, അലീമ, എല്ലാവരും അർമാൻ വായിക്കുന്ന ശ്രദ്ധിക്കട്ടാ. ഓക്കെ, ഇനി വായിച്ചോ മോനെ, വായിച്ചോ. Yetibu. ഇല്ലല്ല, യതൂബു. അല്ല മോനെ, യതൂബു. Yetubu. ആ ഉം. Saba. അതന്നെ, വെരി ഗുഡ്. Saba. വെരി ഗുഡ്. Yesubu. വെരി ഗുഡ്. യസൂബു. Subu. മിശ്രി ഇങ്ങോട്ട് നോക്കട്ടാ, ബുക്കിൽ നോക്കണ്ട, അത് മതി. ബുക്കിൽ You. ഇതോ? Sa. വാ. U. ഊന്റെ ചിഹ്നല്ലല്ലോ ഇത് ഇതാ ഈ ചിഹ്നല്ലേ, അകാരത്തിന്റെ ചിഹ്നം. അപ്പൊ വാ. Wa. ആ Sawabu. Sawabu. അങ്ങനല്ല, സവാബു, സവാബു അങ്ങനെ വായിക്കും. Sawabu. വെരി ഗുഡ്. Babi. ഒരുമിച്ച്. Babi. വെരി ഗുഡ്. അങ്ങനെ പഠിക്കാട്ടോ. Bana. വെരി ഗുഡ്. Bana. അല്ലല്ല, ബാന. Bana. വെരി Ya. ഗുഡ്. Bi. ആ Ya. Nu. അല്ല, യബീന് നീട്ടാനാണ് ഈയ, കണ്ടോ? Ya. ബീനെ നീട്ടാൻ, അപ്പൊ യബീനു. Yebinu. വെരി ഗുഡ്. ഇനി സ്ക്രീന് കുറച്ച് പൊന്തിച്ചേരാം. ഒരു മിനിറ്റ്. Naba. ഓക്കെ, വെരി ഗുഡ്. Yanubu. വെരി ഗുഡ്. Yanubu. വെരി ഗുഡ്. മാഷാഅല്ലാ, മബ്റൂക്ക്. Bata. വെരി ഗുഡ്. Ya. Bu. Bi. Bi. Ya. നോ 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 ഞാൻ പറഞ്ഞില്ലേ, ഇകാരത്തെ നീട്ടാൻ യാ ഇടും. യാ നടുവിൽ വരുമ്പോ നമ്മൾ ബോട്ട് പോലെ തന്നെ വരക്കുക. ആ താറാവിന് പകരം നമ്മൾ ബോട്ട് പോലെ വരക്കും. അതാണ് ഇവിടെ അതാണ് എനിക്ക് കൺഫ്യൂഷൻ. Ya. ബി ബി Bi. തു. അത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പൊ ദാ ഇവിടെ കണ്ടോ, നമ്മള് യാ എഴുതി. ഓക്കെ, പറഞ്ഞ ഈ യാ തന്നെയാണ്. ഇതുണ്ടോ, ഇതന്നെ അത്. ഇത് നമ്മൾ ഒറ്റക്കാവുമ്പോഴും അതേപോലെ ലാസ്റ്റ് ഇവിടെ ലാസ്റ്റ് ആവുമ്പോഴും നമ്മൾ ഈ ഒരു ഷേപ്പിൽ എഴുതും. അർമാൻ പക്ഷെ ഇതിനു ശേഷം വേറെ അക്ഷരം ഉണ്ടെങ്കിൽ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇത് യാ, പിന്നെ ബി. ഈ ബീനെ നീട്ടാനാണ് നമ്മൾ യാ എഴുതുന്നത്. അപ്പൊ ഇതിനു ശേഷം വേറെ അക്ഷരം ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഷേപ്പിൽ എഴുതും. എന്നിട്ട് നമ്മൾ ഞാൻ എഴുതി. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മുടെ അതിനെ യബീനു വായിച്ചു. ഇവിടെ അതേപോലെ തന്നെ നമ്മൾ ആദ്യം യാ എഴുതി, ബീനെ നീട്ടാൻ യാ എഴുതി, തു. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. Naba.
ആ ഒരു മിനിറ്റ്. ഇനി ഞാൻ ഇതൊന്നും കൂടി വായിച്ചേ. ഇവിടെ ഒന്നുകൂടി വായിച്ചേ. ഇത് എന്നുബു അല്ല, ഒന്നും കൂടി. യാ ഉം. ബി ആ യാ നു ഒന്നും കൂടി. നു ഉം. നു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ശ്രദ്ധിച്ചില്ല. അതാണ് യബീനു. ബീനെ നീട്ടാനാണ് യാ കൊടുത്തിട്ടുള്ളത്. ബി. ഈ ബി ഇല്ലേ, ദാ ഈ ബി, ഇതെന്താ ബാബി വായിച്ചില്ലേ? ആ ബി തന്നെയാണ് ഇതും. ഇതാ ഇവിടെ ഇങ്ങനെ വന്ന ഇതെന്തുകൊണ്ടാ ഇങ്ങനെ എഴുതിയത്? ഇതിന് ശേഷം നൂനുണ്ട്, നൂ എന്നുള്ള അക്ഷരമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. അപ്പൊ ഇത് ശരിക്കും ബീനെ നീട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാ ഈ ബി എന്നുള്ള ഇതില്ലേ, ഇതന്നെയാണ് ഇത്. പക്ഷെ ഈ യാന് ശേഷം നൂന് വന്നതുകൊണ്ട് നമ്മൾ ഇതിനെ ഈ ഷേപ്പിൽ തന്നെ എഴുതി. ഇങ്ങനെ ഈ ഷേപ്പിൽ യാ എന്നിട്ടിട്ട് എഴുതി. അതാണ് ഉണ്ടായത് കേട്ടോ. ഇനി വായിച്ചു നോക്കാം. എന്ത്? യാ ആ ബി ആ നു വെരി ഗുഡ്. ആ ഇതോ? യാ ബി ആ തു വെരി ഗുഡ്. ആ അടുത്തത്. ഇനി ഇത്. നബ അടിയിലാ പുള്ളി. ബന ഇല്ല, ബാക്ക് ശേഷം അലിഫില്ല. നാക്ക് ശേഷമാണ് അലിഫുള്ളത്. ബന ബന. എന്താണ്? ബന. എങ്ങനെ അത് ബാന്ന് വായിക്കണേ? ബാന്ന് വായിക്കണമെങ്കിൽ ഇങ്ങനെ എഴുതണ്ടേ? ഇങ്ങനെയല്ലല്ലോ. അപ്പൊ ബ. ഓക്കെ. ഇനി അടുത്തത് ഇത്. ബാബി ബാ ഇല്ല. ബ. ബനി നോ 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 നോ. ബ. ബനി ബനി. വെരി ഗുഡ്. ആ ബ ഉം നു ബനു. വെരി ബനു ഗുഡ്. ആ ബനു. ഓക്കെ, വെരി ഗുഡ്. ആ ബനു. ബനി ബനി. ബനു. ഓക്കെ. ഇനി അടുത്തത് ഇവിടെ. ബനി ആ ഇസാ ആ ബത ആ വെരി ഗുഡ്. സാബത്ത. ആ സബത സാബത്ത. സബത ആ ഇതെന്താ? യു സാ ഉം. ബി തു ആ വെരി ഗുഡ്. യുസാബിത്തു. ഓക്കെ. യസാബിത്തു തു ആ ബു തു അടുത്തത്. തുബുത്തു വെരി ഗുഡ്. തുബൂത്തു. തുബുത്തു അടുത്തത്. അടുത്തത്. നു നൂനു വെരി ഗുഡ്. നൂനു. ആ അടുത്തത്. ബു ഉം. നീ ഉം. ബുനി ആ യാക്ക് മേലെ അകാരത്തിന്റെ അടയാളുണ്ട്. ആ എന്നുള്ള ഉച്ചാരണം ഉണ്ട്. അപ്പൊ ബുനിയ. ബുനിയ എന്താണ്? ബുനിയ വെരി ഗുഡ്. ആ ബു യാ സി യു. ബു ബുയു. ബുനു ആ തി. സി എവിടെ പോയി? കാണുന്നില്ലല്ലോ. ബുയൂത്തി. എന്തത്ര പ്രയാസം? ബുയൂത്തി ആ ബു 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 ഓരോരുത്തർ എഴുതിക്ക. അപ്പൊ നമ്മള് ബു 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 അല്ല, ബു ബു അല്ല, ബുയു. ബുയൂത്തി. ബുയൂത്തി ആ പിന്നെ വാ ഉം. വാസ്ത ഉം. ബ വസബ. വെരി ഗുഡ്. ആ യാ സി ബു യസിബു യസീബു. യസു. അവിടെ നീട്ടാലല്ലോ. യസീബു. യസിബു യസീബു എന്ന് എഴുതണമെങ്കിൽ അതിന് ശേഷം യാ വേണം.
യസിബു. ഓക്കെ, അപ്പൊ മാഷാല്ല മബ്രൂക്ക്, നന്നായി വായിച്ചിട്ടുണ്ട്. അപ്പോൾ അർമാന്റെ ലെസൺ 2 ഫിനിഷ് ആയിട്ടുണ്ട്. നാളെ മുതൽ വർക്ക് ചെയ്ത് തുടങ്ങി കേട്ടോ. ഇനി ആരാണ്, ഇപ്പൊ നമ്മൾ ഏകദേശം സമയം തീരാനായി, ഇനി ആരാണ് സ്പീഡിൽ വായിക്കാൻ കഴിയുന്ന ആള്? എവിടെ, ഞാൻ നിങ്ങളുടെ സ്ക്രീനിലോട്ടൊന്ന് വരട്ടെ. ഓക്കെ, ഇനി ആർക്കാണ്? എയ്സ പോയാ? എയ്സ പോയാ? ആ മാഷാല്ല മാഷാല്ല മബ്രൂക്ക്. സൈനബ് വായിക്കൂ, സൈനബ് വായിക്കൂ. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ തുടങ്ങിക്കോളൂ. അല്ല, ഒരു മിനിറ്റ്, നമ്മൾ തിരിച്ച് ഇതിലോട്ട് പോട്ടെ, സ്ക്രീനിലോട്ട് പോട്ടെ. ഓക്കെ ഓക്കെ, മാഷാല്ല മബ്രൂക്ക്. ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് പോയാൽ പിന്നെ എനിക്ക് നല്ല പാടാ പിന്നെ തിരിച്ചിങ്ങോട്ട് വരാൻ. ഓക്കെ, എന്താ ശരിയാവാത്തു? ഒരു മിനിറ്റ് കേട്ടോ. 6 o'clock ആയി. 6 o'clock ആ? 5 o'clock, 6 o'clock. 6ന്റെ അടുത്ത് എത്തിയാൽ തീരുന്നു എനിക്ക്. 5 6 ഒന്നും നോക്കണ്ട, എന്താ പിന്നെ 6 എത്ര കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നിക്കണത് എല്ലാരും? അപ്പൊ എന്റേത് പോവും ചെയ്താ. എന്നാ വായിച്ചു നോക്കിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കിട്ടിയില്ലേ? കാണുന്നില്ലേ? പോയാ? വായിച്ച മോള് വായിച്ചത് സൈനബ് വായിച്ചതാ. പക്ഷെ എനിക്ക് എന്റെ അത് കിട്ടണമെന്നില്ല മക്കളെ. അപ്പോഴല്ലേ എന്നാ എഴുതി കാണിക്കാൻ പറ്റുള്ളൂ. വേണ്ട, ഇപ്പൊ ടീച്ചർ ഓഫ് ചെയ്യാൻ പറയുമ്പോ ഓഫ് ആക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ശരി. യത്തൂബു, വെരി ഗുഡ്. അടുത്തത് എന്താ വായിച്ചോ? വെരി ഗുഡ്, മാഷാഅല്ലാ മബ്രൂക്ക്. യസൂബു. ഓക്കെ, മാഷാഅല്ലാ മബ്രൂക്ക്. ഒരു മിനിറ്റ്, നമ്മൾ പോയിക്കോട്ടെ. ആരാ പോട്ടെ? പോയിക്കോട്ടെ. എന്നാ ആരാ പോണെന്ന് ചോദിച്ചേ? ഒരാള് മിസ്സപ്പോ? മിസ്സബ് ഓനിന്ന് ക്ലാസ്സിലേ ഇല്ല, അവന്റെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. മിസ്സ് പോയിക്കോ. ഓക്കെ, നാളെ വായിച്ചു തരണട്ടാ, പഠിച്ചിട്ട് വരണട്ടാ. ഓക്കെ, വായിച്ചോ? താങ്ക് യു. ഓക്കെ, മസലാമ. വെരി ഗുഡ്. വലൈക്കും അസ്സലാം മസലാമ. ഓക്കെ, അടുത്ത് വായിക്കും മോളെ. എന്താണ്? ബാബി, വെരി ഗുഡ്. വെരി ഗുഡ്. ബാക്കിയുള്ളവർ ശ്രദ്ധിക്കട്ടോ, എന്നാലും നാളെ നിങ്ങൾക്ക് തെറ്റുകൂടാണ്ട് വായിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അർമാന് ഞാൻ പറഞ്ഞു കൊടുത്തില്ലേ, അതേപോലെ യബീ, യാന് നീട്ടാനാണ് ഇത്. ഈ ബാബീന്ന് എഴുതിയില്ലേ, അതന്നെയാണ് ഇവിടെ. പക്ഷെ ഈ യാക്ക് ശേഷം അക്ഷരം ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ബോട്ടിന്റെ മോഡലിൽ എഴുതിയതാണ് കേട്ടോ. ഓക്കെ, വായിച്ചോ. ബീനു. വെരി ഗുഡ്. മാഷാഅല്ലാ മബ്രൂക്ക്. അടുത്തത് വെരി ഗുഡ്. നാബ.
യനൂബു യനൂബു മാഷാഅല്ലാ മബ്രൂക്ക്. ആ ബാത്ത വെരി ഗുഡ്. ആ അടുത്തത് യ ഉം, ബി ഉം. യ യതു യബീതു ലാസ്റ്റ് യബീ. യബീതു സൈനബ് വായിക്കുന്ന കൂടെ നമ്മളൊക്കെ മനസ്സിൽ വായിക്കണം കേട്ടോ. ഇത് ബനാ. ബന ബന വെരി ഗുഡ്. ആ അടുത്തത് ബ ഉം. ബ നീ ബനി വെരി ഗുഡ്. ആ വെരി ഗുഡ്. ആ ബ ഉം. നു ബനു ബനു. വെരി ഗുഡ്. അലീമ ശ്രദ്ധിക്കട്ടോ, നാളെ നിങ്ങളൊക്കെ വായിച്ചു തരണം കേട്ടാ. ഓക്കെ. ആ താ ആ ആ പറഞ്ഞോ. സാനി. സാനി. എങ്ങനെ സാനി വായിച്ചത്? മുകളിലൊരു ഡോട്ട് ഇട്ട നാ, അടിയിൽ വരട്ടപ്പോ നീ, യാ ഇട്ടപ്പോ നീട്ടാണ് യാനി. അല്ല സാനി. അങ്ങനെയാണ് അങ്ങനെ നമുക്ക് സാനി കിട്ടിയത് കേട്ടാ. മാഷാഅല്ലാ. ഓക്കെ. ഇനി അടുത്തത്. ഇനി 2 കൂടി ഉള്ളൂ. ഓക്കെ അടുത്ത വായിച്ചോ. വായിച്ചോ. കാണുന്നില്ല? കാണുന്നില്ലേ? ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് സാ ബ ദാ. ത സ സബത്ത ആ സ വായിച്ചോ. ആ സാബിത്ത. സാബത്ത സാബത്ത്. സാബത്ത സാബത്ത്. വെരി ഗുഡ്. ആ അടുത്തത്. സാബത്ത. അടുത്തത് യു 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 സാ ഇത് യു. യുസാബിതു യുസാബിതു ആ വെരി ഗുഡ്. വെരി ഗുഡ്. ആ അടുത്തത് സുബൂതു മാഷാഅല്ലാ മബ്രൂക്ക്. ആ നൂനു നൂനു. വെരി ഗുഡ്. ആ അടുത്തത് ബു. ബു ആ നി നീ. യ യാ. വെരി ഗുഡ്. ബുനിയ വെരി ഗുഡ്. ആ ബു. ബു. ബു ബു. ആ യു. അടുത്തത് ബുയൂതി അതെന്താ? വെരി ഗുഡ്. ആ ബുയൂതി വെരി ഗുഡ്. ആ വസബ വെരി ഗുഡ്. മാഷാഅല്ലാ മബ്രൂക്ക്. ആ യ ഉം. യസീബു നീട്ടണ്ട. യസീബു. യസീബു യസീബു എന്ന് എഴുതണമെങ്കിൽ ഇതിന് ശേഷം അർമാ ശ്രദ്ധിച്ച് എവിടെയാണ് നമുക്ക് തെറ്റിയത്? യസീബു. ഇവിടെ സീബു ഉണ്ട്. യസീബു എന്ന് എഴുതണമെങ്കിൽ ഇങ്ങനെ 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 ഉണ്ടാവും. അതായത് ആദ്യം യാ, പിന്നെ ഞാൻ ഈ ലാസ്റ്റ് ആകുമ്പോൾ എനിക്ക് എഴുതാൻ പണിയാണ്. യസീബു. ഇങ്ങനെയാണ് യസീബു എഴുതുക. ഇതില്ല. ഇതില്ലാതെ എഴുതുമ്പോൾ നമ്മൾ യസീബു എന്നാ വായിക്കുക കേട്ടാ. ഓക്കെ. മാഷാഅല്ലാ മബ്രൂക്ക്. ബറക്കല്ലാഹു ഫീക്ക്. സൈനബ് ഉഷാറ്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗത്ത് ഇപ്പൊ ഇങ്ങനെ അത് കഴിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പൊ അൽഹംദുലില്ലാ നന്നായിട്ട് അർമാനും പിന്നെ എന്താ പറയാ മറ്റേ സൈനബ് രണ്ടുപേരും വായിച്ചു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ. ബറക്കല്ലാഹു ഫീക്കും.
അപ്പൊ ഇൻഷാല്ലാ അപ്പൊ ഇനി നാളെ ബാക്കിയുള്ളവർ നന്നായി പഠിച്ചിട്ട് ഇതേപോലെ വായിച്ച് പഠിക്കാം നമുക്ക് ട്ടാ. എന്നിട്ട് നമുക്ക് അടുത്ത വീക്ക് പുതിയ ഭാഗത്തിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നിർത്താം. ഓക്കെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഅസ്സലാമ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, മഅസ്സലാമ. ബറക്കല്ലാഹു ഫീക്കും.